₹1000 താഴെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഗെയിമിംഗ് കീബോർഡാണ് ഈ ഇരിക്കുന്ന സാധനം. ഇത് ആൻഡ്രി സ്പോർട്സ് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ മോഡലായ സ്കോർപിയൺ MK20 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീബോർഡാണ്. ഇതിന്റെ അൺബോക്സിംഗും പ്രോസും കോൺസും ആണ് ഈ ഒരു വീഡിയോയുടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ പുതിയ വല്ല ഗെയിമിംഗ് കീബോർഡൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംപ്ലീറ്റ്ലി ഓർത്തായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ ഒരു കീബോർഡ് നിങ്ങൾക്കുള്ളതാണ്. വീഡിയോക്ക് മുമ്പായിട്ട് ഒരു കാര്യം പറയാം, ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസിനായിട്ടുള്ള ചാനൽ നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ പെട്ടിയൊക്കെ കുത്തി പൊളിച്ച് നോക്കാം. ഓക്കെ, ഇത് വേറെ ഒന്നുമില്ല, ഡോക്യുമെന്റും പിന്നെ ഈ വാറണ്ടിയുടെ പേപ്പർ മാത്രം. ഓക്കെ, ഇതാണ് നമ്മുടെ കീബോർഡ്. കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡാണ് വരുന്നത്. പക്ഷേ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ്. ഞാൻ തൊടിച്ചു മറച്ചൊക്കെ നോക്കി വലിയ രീതിക്കുള്ള ഫ്ലക്സും കാര്യങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള വയർ ബ്രൈഡഡ് കേബിൾ ആണെന്നാണ് അവരുടെ പെട്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ നോർമലി കേബിളാണ് നമുക്ക് കിട്ടുന്നത്. സോ അത് നിങ്ങൾ മൈൻഡിൽ എടുക്കുക. പിന്നെ ഇതിന്റെ പുറകിലായിട്ട് കൊടുത്തിട്ടുള്ള എലവേഷൻ ക്ലിപ്പൊക്കെ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ക്ലിപ്പാണ്. ഇതിന്റെ രണ്ട് ഭാഗത്തും റബ്ബർ പാഡിങ് കൊടുത്തിട്ടുണ്ട്. സോ പെട്ടെന്നൊന്നും സ്ലിപ്പ് ആവുന്നൊന്നുമില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ₹1000 താഴെയാണ് ഈ കീബോർഡ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മെക്കാനിക്കൽ സ്വിച്ചസ് ആണ്. ഇതൊരു കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ കീബോർഡാണ്. മെക്കാനിക്കൽ കീബോർഡ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. നോർമലി മെക്കാനിക്കൽ കീബോർഡുകൾ യൂസ് ചെയ്യാറുള്ളത് ഒട്ടാമയുടെ അല്ലെങ്കിൽ യോഹോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ സ്വിച്ചസ് ആണ്. പക്ഷെ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് AMDയുടെ തന്നെ റെഡ് സ്വിച്ചസ് ആണ്. അത് ഒരു കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഒരു മെക്കാനിക്കൽ കീബോർഡാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. പിന്നെ അറിയാത്തവർക്ക് ഒരു കാര്യം പറഞ്ഞു തരാം, ഈ മെക്കാനിക്കൽ കീബോർഡുകളിൽ മെയിൻ ആയിട്ട് 3 ടൈപ്പ് സ്വിച്ചസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ബ്രൗൺ സ്വിച്ച്, റെഡ് സ്വിച്ച്, ബ്ലൂ സ്വിച്ച് എന്ന് പറയും. അതായത് ഈ ബ്രൗൺ സ്വിച്ച് യൂസ് ചെയ്യണമെങ്കിൽ നോർമലി സൈലന്റ് ആയിട്ടുള്ള കീസ് ആയിരിക്കും. പക്ഷേ റെഡ് സ്വിച്ച് ആകുമ്പോൾ കുറച്ചുകൂടി സൗണ്ട് ഉണ്ടായിരിക്കും. പിന്നെ ബ്ലൂ സ്വിച്ച് ആകുമ്പോൾ കുറച്ചും കൂടി വലിയ ഫീഡ്ബാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടാൻ പോകുന്നത്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് റെഡ് സ്വിച്ച് ആണ്. എനിക്കതാണ് കൺവീനിയന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കീബോർഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിന്റെ സൗണ്ട് കേൾപ്പിച്ചുതരാം. ഇതൊരു TKL സൈസ് ആയിട്ടുള്ള കീബോർഡാണ്. അതായത് ഇവിടെ നമ്പർ പാഡ് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നമ്പർ പാഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ MK30 എന്ന് പറഞ്ഞിട്ടൊരു മോഡലുണ്ട്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഇതിന്റെ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ GTA ഒക്കെ കൂടുതലായിട്ട് കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫുൾ സൈസ് കീബോർഡ് എടുത്തോളൂ. അവിടെ ഹെലികോപ്റ്റർ ഒക്കെ നിങ്ങൾക്ക് പറത്തി കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ പാഡ് വേണ്ടി വരും. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് കൂടി ഈ ഒരു കീബോർഡ് 26 ആന്റി കോസ്റ്റിംഗ് കീ സപ്പോർട്ട് ചെയ്യുന്നു. സോ നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് മറ്റ് കീകളൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിലൊന്നും നിങ്ങളെ ഗെയിം പ്ലേനെ അത് ബാധിക്കാൻ പോകുന്നില്ല. പിന്നെ പലരും ഗെയിമിംഗ് കീബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നോക്കുന്നത് ലൈറ്റ് എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. 17 ലൈറ്റ് എഫക്റ്റ് ആണ് ഈ ഒരു കീബോർഡിൽ കൊടുത്തിട്ടുള്ളത്. അവരുടെ മാനുവലിൽ പറഞ്ഞിട്ടുള്ളത് ഫംഗ്ഷൻ കീ INSഉം ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ ലൈറ്റിനായിട്ട് സെപ്പറേറ്റ് കീ കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ 17 എഫക്റ്റുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഫംഗ്ഷൻ കീയും രണ്ട് സൈഡിലേക്കുള്ള ആരോ കീയും പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ലൈറ്റിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫംഗ്ഷൻ കീയും അപ്പ് ആൻഡ് ഡൗൺ ആരോ കീയും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബ്രൈറ്റ്നസ്സും കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇതിന്റെ പോരാമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കേബിളിന് തന്നെയാണ്. ഇവരുടെ ബോക്സിനകത്ത് ബ്രൈഡഡ് കേബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് കിട്ടുന്നത് നോർമൽ ആയിട്ടുള്ള കേബിളാണ്. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഇതിൽ കൊടുത്തിട്ടുള്ള ലെറ്റേഴ്സ് അത് അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഓക്കെ. പിന്നെ ഒരു ഗെയിമിംഗ് കീബോർഡ് അതുകൊണ്ട് തന്നെ വിൻഡോസ് കീൽ ഒക്കെയുള്ള ഓപ്ഷനൊക്കെ ഈ ഒരു കീബോർഡിൽ. സോ അതിനെക്കുറിച്ച് നിങ്ങൾ വെറി ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇതൊക്കെയാണ് ഈ കീബോർഡിന്റെ പ്രോസ് ആൻഡ് കോൺസ്. ഇതിന്റെ ഈ 2 മോഡലും മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഈ കീബോർഡ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ. കുറച്ചും കൂടിയൊക്കെ പ്രൈസ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കീബോർഡ് കിട്ടും. പക്ഷേ ഒരു സ്ട്രിക്ട്ലി ₹1000 ആണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ ഒരു കീബോർഡ്. സോ ഈ വീഡിയോ എടുത്തുള്ളൂ. ഇനിയും കൂടുതൽ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊന്ന് മിസ് ചെയ്യാതിരിക്കാൻ നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സോ ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.